ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് ഞാൻ കാണിക്കാൻ വന്നത് ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാൻ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ക്രാഫ്റ്റിൻ്റെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങനെ മലപ്പുറത്തോട്ട് വന്ന സമയത്ത് ഇങ്ങനെ ഒരു റംസാൻ്റെ സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു പോകാനുള്ളതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അധികം എൻ്റെ കയ്യിൽ സാധനമൊന്നുമില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആണെങ്കിൽ കുറേ കടകളൊന്നും ഇല്ലായിരുന്നല്ലോ ലോക്ക്ഡൗൺ ആയിട്ട്. ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ് ഒന്നും വാങ്ങിക്കാനും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഇടയ്ക്കൊന്നും ഇങ്ങനെ കട തുറന്ന സമയത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കുന്നതാണ്. ഫസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഗ്ലൂ സ്റ്റിക്കാണ്. അപ്പോൾ ഇത് 2 ടൈപ്പ് ഗ്ലൂ സ്റ്റിക്ക് ഉണ്ട്, വലുതും ഉണ്ട്, അതുപോലെ ചെറിയ ടൈപ്പ്, ആ മെലിഞ്ഞ ടൈപ്പും ഉണ്ട്. എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ഗ്ലൂ ഗണ്ണും ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഗ്ലൂ ഗണ്ണ് ഇങ്ങനെ ഇടയ്ക്കൊരു കളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ടൈപ്പും വാങ്ങിച്ചിട്ടുണ്ട്, ഒരു 10 എണ്ണം വീതം. ഇത് 10 രൂപ ആണെന്ന് തോന്നുന്നുണ്ട് ആ ചെറുതിന്. പിന്നെ വലുതിന് 15 രൂപ അങ്ങനെ എന്തോ ആണ് റേറ്റും തോന്നുന്നുണ്ട്. എനിക്കിവിടെ മലപ്പുറത്തോട്ട് വന്നപ്പോൾ അധികം ഇങ്ങനെ ബോട്ടിൽസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് ഞാൻ വാൾ ഡെക്കർ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാൾ ഡെക്കർ ഞാൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഗ്ലൂ സ്റ്റിക്കിൻ്റെ ഒക്കെ ആവശ്യം വരിക. ബോട്ടിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങ് ആവശ്യം വരില്ലല്ലോ. അപ്പോൾ എൻ്റെ ഗ്ലൂ സ്റ്റിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ലൊരു യൂസ്ഫുള്ളായി ആ സമയത്തൊന്നും ഇങ്ങനെ കിട്ടിയതുകൊണ്ട്. പിന്നെ ഇത് ഫെവി ബോണ്ടാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് കേട്ടോ ഫെവി ബോണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, തീരെ ഇല്ലായിരുന്നു. കാരണം ഈ ഗ്ലൂ ഗണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ടൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഫെവി ബോണ്ട് എന്തായാലും വേണമല്ലോ. അപ്പോൾ ഗ്ലൂ ഗണ്ണിൻ്റെ അത്രയും പെട്ടെന്ന് സ്റ്റിക്കാവുന്നില്ല എന്നുണ്ടെങ്കിലും ഫെവി ബോണ്ട് നല്ല തന്നെയാണ്. ഈ ഒരു ഫെവി ബോണ്ട് നമുക്ക് ക്രാഫ്റ്റിന് മാത്രമല്ല കേട്ടോ, നമുക്ക് വീട്ടിലൊന്ന് വാങ്ങിച്ച് വെച്ചാൽ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിങ്ങനെ ലെതർ ഒട്ടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ റബ്ബർ, റെക്സിന്, ക്യാൻവാസ്, കോർക്ക്, അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാനൊക്കെ ഈ ഫെവി ബോണ്ട് നല്ല ബെസ്റ്റാണ്. ഈ ഫെവി ബോണ്ട് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്നത് ഇങ്ങനെ ഈ ടാപ്പൊക്കെ വിൽക്കുന്ന അങ്ങനത്തെ ഹാർഡ്വെയർ ഷോപ്പ് ഉണ്ടാവില്ല, അവിടെ നിന്നാണ് കേട്ടോ. ഇത് 50 ml ഒരു ട്യൂബിന് 35 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ കുറേ കാലം നമുക്ക് നിൽക്കും കേട്ടോ. പിന്നെ അത് ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യുന്ന പോലെ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടില്ല. കുറച്ചൊന്ന് സമയം നമ്മളൊന്നിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് ഇങ്ങനെ അത് ഒട്ടിക്കുന്ന അതിൻ്റെ ഒരു യൂസിങ് ഒക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിൽ പറയുന്നത് നമ്മൾ എന്ത് മെറ്റീരിയലാണോ ഒട്ടിക്കുന്നത്, അപ്പോൾ അതിൻ്റെ മുമ്പേ 2 സർഫസിൽ കുറച്ചിങ്ങനെ തിന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉടൻ തന്നെ അങ്ങനെ ഒട്ടിക്കരുത് കേട്ടോ. കുറച്ച് സമയം, ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മളിത് രണ്ടും കൂടെ ഒന്നിങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്നിങ്ങനെ ഒട്ടിക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ട് കിട്ടുക എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നല്ല കേട്ടോ, അല്ലാതെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് പിടിക്കും. പക്ഷേ കുറച്ച് സമയം കഴിയാറുണ്ട് അതൊന്നിങ്ങനെ സ്റ്റിക്കായിട്ട് കിട്ടാനായിട്ട്. പിന്നെ ഇത് 1 വർഷം നമുക്ക് അതിൽ ഗ്യാരണ്ടി ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ ഫെവിക്വിക്ക് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കാറ്റ് കടക്കുമ്പോൾ കട്ടായി പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ആയി പോകുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ 1 വർഷം വരെ ഇതിങ്ങനെ കട്ടായി പോകാതെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഒരുപാട് പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ആ ഒരു യൂസ് ചെയ്യുന്ന രീതി എന്താണ്, റേറ്റ് ആണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ റേറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാനൊരു ഫെവിക്കോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫെവിക്കോളിൻ്റെ റേറ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു ബോട്ടിലിന് 75 റുപ്പീസാണ് റേറ്റ്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറേ നാളായിട്ട് ഇങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന സാധനമായിരുന്നു പ്ലാസ്റ്റർ ഓഫ് പാരീസും. അപ്പോൾ അതെനിക്ക് ഈ സമയത്ത് കിട്ടി കേട്ടോ. കാരണം ഞാൻ ചില സമയത്ത് ഇങ്ങനെ വാങ്ങിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഒന്നെങ്കിൽ കടയിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഓരോ തിരക്കൊക്കെ കാരണം ഇങ്ങനെ വിട്ടു പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയമായിട്ട് എനിക്ക് ഇതും കിട്ടി. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരുപാട് റേറ്റ് ഉണ്ടാവും കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കുറേ ക്രാഫ്റ്റൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അതൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരു 1/2 കിലോൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതിന് 25 റുപ്പീസാണ് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ പെയിൻറ്റ് ഞാനിപ്പോൾ അധികം വാങ്ങിച്ചിട്ടൊന്നുമില്ല, കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ പെയിൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കുറച്ച് മുമ്പായിരുന്നു ഞാൻ പെയിൻറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനാമൽ പെയിൻ്റ് ആണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ മെറ്റാലിക് കളേഴ്സും പേൾ കളേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ പാർട്ട് 2 ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഒരു ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റ് വാങ്ങി. കാരണം ഞാൻ വാൾ ഡെക്കർ കൂടുതലായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റിൻ്റെ ഒരുപാട് ഇങ്ങനെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആക്രിലിക് പെയിൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആണല്ലോ. അപ്പോൾ അതിനേക്കാൾ നല്ല ലാഭമാണ് നമുക്ക് ഇനാമൽ പെയിൻറ്റ്. അപ്പോൾ ഇത് ഇനാമൽ പെയിൻറ്റ് എന്ന് പറയുമ്പം നമ്മളെ വീടിൻ്റെ ജനലിലും ഗേറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെയിൻറ്റ് ഉണ്ടല്ലോ, ആ ഒരു പെയിൻറ്റാണ് ഇനാമൽ പെയിൻറ്റ്. അപ്പോൾ നമുക്ക് വാൾ ഡെക്കറിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ബോട്ടിൽ ആർട്ടിനൊക്കെ ആണെങ്കിലും ബെസ്റ്റാണ്. അപ്പോൾ അതൊരു ആക്രിലിക് പെയിൻറ്റിൻ്റെയും ഇതിൻ്റെ ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നല്ല ലാഭമാണ്, നമുക്കത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഞാൻ ഇതുപോലൊരു ബ്രഷും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ക്രാഫ്റ്റിനൊന്നും യൂസ് ചെയ്യുന്ന ടൈപ്പ് അല്ല കേട്ടോ. നമ്മളിതുപോലെ വീട്ടിലത്തെ ആവശ്യത്തിന് ജനലിലും ഗേറ്റിനൊക്കെ പെയിൻറ്റ് അടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ കാരണം ഈ വാൾ ഡെക്കറൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ബ്രഷ് യൂസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ഇതുപോലെ ഒരു ബ്രഷാണല്ലോ നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് അത്ര റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, ഒരു 13 14 അങ്ങനെ എന്തോ ഒരു റേറ്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു 20 റുപ്പീസിൻ്റെ താഴെയായിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ്.
പിന്നെ ഈ ഒരു ബ്രഷാണെന്നുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പണിക്കാരിങ്ങനെ വീട് പണിയുടെ സമയത്ത് വാങ്ങിച്ചിട്ട് ബാക്കി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ സെയിം ബ്രഷ് തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ ആ ഒരു റേറ്റ് തന്നെ ആയിരിക്കും അതിനും. കേടായി പോയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ. പിന്നെ ഞാനിതുപോലെ വാർണിഷും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വാൾ ഡെക്കറൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാർണിഷൊക്കെ നിർബന്ധമാണല്ലോ, എന്നാലേ നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കുറച്ചൊരു വലിയൊരു ബോട്ടിലാണ് കേട്ടോ എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു ചെറിയ ബോട്ടിലാണ്. അപ്പോൾ ഇത് 500 ml 137 റുപ്പീസാണ് റേറ്റ്. ഒരു 1/2 ലിറ്ററിൻ്റെ ഒരു ടിന്നാണ്. അപ്പോൾ ഇത് വുഡ് വാർണിഷാണ്, നമ്മൾ ഈ ഫർണിച്ചറിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് വാർണിഷാണ്. അപ്പോൾ ഈ ഒരു വാർണിഷും അതുപോലെ ഇനാമൽ പെയിൻ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രഷൊക്കെ ഇങ്ങനെ കുറേ കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോക്കൽ ടൈപ്പ് ബ്രഷ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ബ്രഷ് ഒന്നും യൂസ് ചെയ്യേണ്ട. ഈ ഒരു ബ്രഷ് തന്നെ നമുക്ക് വാർണിഷൊക്കെ അപ്ലൈ ചെയ്യാൻ എടുത്താൽ മതിയല്ലോ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ അങ്ങനത്തെ ഒരു ലോക്കൽ ബ്രഷ് നമുക്ക് ഹാർഡ്വെയറിന് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇതുപോലെ ഒരു പെയിൻറ്റിൻ്റെ ഒരു ബോക്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിലുള്ള ചില കളേഴ്സൊക്കെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ആകുമ്പോൾ നമുക്ക് എല്ലാ കളേഴ്സും അതിൽ കിട്ടുമല്ലോ. അപ്പോൾ ഇതിലൊരു 10 കളേഴ്സ് ഉണ്ട്. നമ്മൾ സാധാരണ അങ്ങനത്തെ ഒരു ചെറിയ ബോക്സ് വാങ്ങല്ലോ 100 രൂപയുടെ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൈമറി കളേഴ്സ് അല്ലേ, അപ്പോൾ ആ ഒരു 6 കളേഴ്സും ഇതിലുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് നല്ലൊരു ഗ്രീൻ ഉണ്ട്, പിന്നെ അതുപോലെ ഒരു ഓറഞ്ച്, പിന്നെ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക്, പിന്നെ ഒരു ഗോൾഡൻ പോലുള്ള ഒരു ബ്രൗണും. അപ്പോൾ അങ്ങനത്തെ 4 കളേഴ്സും എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ 15 ml 10 ബോട്ടിൽസ് ആണുള്ളത്. അപ്പോൾ അതായത് 150 ml വരും ടോട്ടൽ. അപ്പോൾ 200 റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത്. പക്ഷേ ഇതിങ്ങനെ ഒരു ബോക്സിൽ വാങ്ങിക്കുന്നു എന്ന് വെച്ചിട്ട് റേറ്റ് ഒന്നും കുറവില്ല കേട്ടോ. അപ്പോൾ അതിനൊരു MRP സെയിം തന്നെയാണ്. അപ്പോൾ കുറച്ചെന്തോ ഒരു റേറ്റ് നമുക്ക് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കുറവേ ഉള്ളൂ. നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുന്ന ആ ഒരു റേറ്റ് തന്നെയാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ബൾക്കായിട്ടുള്ള ഒരു ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇത് 100 ml 90 റുപ്പീസാണ് വരുന്നത്. മറ്റേത് നമ്മൾ 150 ml തന്നെ ഒരു 200 റുപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല റേറ്റ് കുറവാണ് ഇങ്ങനെ ബൾക്കായിട്ടുള്ള ബോട്ടിൽ വാങ്ങിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ. അപ്പോൾ ലോക്ക്ഡൗൺ ആണെങ്കിൽ എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിക്കാം. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. അപ്പോൾ അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.